ഏറ്റവും വലിയ വിശേഷണം, പ്രത്യേകിച്ച് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായി പൂർവഗാമികളായ പ്രവാചകന്മാരോട് പോലും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ഒന്നാണ്. ഈ സമുദായം സ്വതക്ക ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണുള്ളത്. മനുഷ്യൻ എന്ന നിലയ്ക്ക്, മുസ്ലിം എന്ന നിലയ്ക്കല്ല, മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, തന്റെ സഹജീവികൾക്ക് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണുനീരൊപ്പുന്നതിൽ ഈ സമുദായം എപ്പോഴും മുൻപന്തിയിലായിരിക്കുമെന്ന് ആരംഭത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ വിശേഷണമാണ് വാരിക്കോരി കൊടുക്കുക എന്നുള്ളത്. തന്റെ അടിമകൾക്ക് എത്രയും കൊടുക്കും അല്ലാഹു തആല. ഒരുപക്ഷെ ഭൗതികമായ ലോകത്ത് ചില പരീക്ഷണങ്ങളുടെ ഭാഗമായി അല്ലാഹു തആല അടിമകൾക്ക് ചിലത് തടഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ഒരടിമയും നിരാശപ്പെടരുത്. എനിക്ക് അല്ലാഹു തന്നില്ലല്ലോ എന്ന ആവലാതിയും വേവലാതിയും മറ്റൊരാളോട് പറയരുത്. എന്റെ അല്ലാഹു എനിക്ക് ഇന്നത് തന്നില്ലെങ്കിൽ അതിൽ എന്തോ ഖൈറ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാവണം വിശ്വാസി. എന്റെ അല്ലാഹു എനിക്ക് തരുന്നത് എന്തെങ്കിലും തടഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അല്ലാഹു എന്തെങ്കിലും നന്മ എന്നിൽ അത് മുഖേന വച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ വിശ്വാസമുള്ളവനാവണം ഓരോ മുഅ്മിനീങ്ങളും. അല്ലാഹു വാരിക്കോരി കൊടുക്കുന്നവനാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ധാരാളം കൊടുക്കുന്നവനെന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രബോധന മേഖലകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, ഞങ്ങളുടെ റബ്ബ് സൃഷ്ടിജാലങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നവനാണ്. ഞങ്ങളുടെ റബ്ബ് സൃഷ്ടികൾക്കെല്ലാം നൽകുന്നവനാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സുമ്മ ഹദാ, പിന്നെ അവൻ നേരായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നവനാണ്. അല്ലാഹു എല്ലാം കൊടുക്കുന്നവനാണ്. അടിമയ്ക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല. പറഞ്ഞതുപോലെ ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ ഭൗതിക ലോകത്തെ അല്ലാഹു തആല പലതും തടഞ്ഞു വച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്വഭാവ വൈകൃതങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നാം സമ്പന്നനായാൽ പരലോകം നഷ്ടപ്പെടുന്ന ചില സ്വഭാവ വൈകൃതങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രകടമാകുമെന്നതുകൊണ്ട് അല്ലാഹു ഭൂമിയിൽ പലതും ഒരടിമയ്ക്ക് തടഞ്ഞു വച്ചേക്കാം. ഒരുപക്ഷെ അവന് സമ്പത്തുണ്ടായാൽ അവൻ ദുർമാർഗത്തിൽ ചെലവഴിച്ചേക്കാം. അവൻ മദ്യപാനിയായി മാറാം, അവൻ വ്യഭിചാരിയായി മാറാം. അല്ലെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കാത്ത സ്വഭാവം അവനിൽ വന്നു ഭവിക്കാം. അതുകൊണ്ട് അവൻ ഒരുപക്ഷെ അല്ലാഹുവിന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് അല്ലാഹു തആല ചിലപ്പോൾ സമ്പത്ത് തടഞ്ഞു വെക്കും. അതൊന്നും അടിമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ സമ്പത്ത് കൊടുക്കലാണ് സ്നേഹത്തിന്റെ മാനദണ്ഡമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. നമ്മൾ ചിലരെ പറ്റി വിലയിരുത്താറുണ്ട്. അവൻ എത്ര സമ്പന്നനാണ്, അവൻ എത്ര സുഖമാണ്, അല്ലാഹു അവന് വാരിക്കോരി കൊടുക്കുകയാണ്, അല്ലാഹു അവനെ പരിഗണിക്കുകയാണ്. ഒരുപക്ഷെ പരിഗണിക്കലായിരിക്കില്ല സഹോദരങ്ങളെ. അല്ലാഹു തആല പരീക്ഷണങ്ങൾ പലതും അവന് അങ്ങനെ ഓരോന്നോരോന്ന് കൊടുക്കുന്നതായിരിക്കും. അവനത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണെന്ന വിലയിരുത്തൽ ഒരിക്കലും പാടില്ല. അല്ലാഹു തആല സമ്പത്ത്, ദുനിയാവിലെ സമ്പത്ത്, അത് വളരെ നിസാരമായിട്ടാണ് അല്ലാഹു പരിഗണിക്കുന്നത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സമ്പത്ത് കടന്നു വന്നാൽ പിന്നെ അവിടുന്ന് നോക്കില്ല. തന്റെ അനുയായികൾക്ക് അത് വിതരണം ചെയ്യലാണ്. അനുയായികൾക്ക് മാത്രമല്ല, അമുസ്ലിമീങ്ങൾ വന്നാൽ പോലും എടുത്തു കൊടുക്കുന്നതിനൊരു കണക്കുമില്ല.
അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഒരു അമുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, മുഹമ്മദേ, എനിക്കൊരു ആടിനെ ദാനമായി നൽകുമോ? എനിക്കൊരു ആടിനെ നൽകുമോ? ജീവിക്കാൻ ഒരു വഴിയില്ല, പ്രയാസത്തിലാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിത് കേട്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റം ആടുകളെ ഈ അമുസ്ലിമായ മനുഷ്യന് സ്വതക്കയായി കൊടുത്തുവെന്ന ചരിത്രത്തിൽ കാണാം. ഇയാൾ ഈ ആടുകളുമായി പോയി അയാളുടെ ഗോത്രത്തിൽ പോയി പറഞ്ഞു, മുഹമ്മദിന് ദാരിദ്ര്യം ഭയമില്ല. അന്നുള്ള ആളുകളുടെ ചിന്ത അതാണ്, ഞാൻ കൊടുത്താൽ പിന്നെ ദാരിദ്ര്യം എന്നെ പിടികൂടപ്പെടും, ഞാൻ ദരിദ്രനായി പോകും. ഇന്നും പലരുടെയും പേടിയാണ്, ഞാൻ കൊടുത്താൽ ദരിദ്രനായി പോകുമോ? അയൽവാസി പ്രയാസത്തിലായിരിക്കും, കുടുംബക്കാരിൽ പലരും പ്രയാസത്തിലായിരിക്കും. രോഗിയുടെ കാര്യം പലപ്പോഴും നമ്മുടെ കാതുകളിലേക്ക് വന്നടിക്കുന്നുണ്ടാകും. പക്ഷെ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് പലപ്പോഴും അള്ളാഹു തന്ന സമ്പത്തെടുക്കുന്ന ചിലവഴിക്കാൻ പോലും മടി കാണിക്കുന്നവരുണ്ടാകും. ചിലവഴിക്കാൻ മടിയാണ്. എന്നാൽ ഈ മനുഷ്യൻ പോയിട്ട് തന്റെ ഗോത്രത്തിൽ പോയി പറയുന്നു, മുഹമ്മദിന് ദാരിദ്ര്യത്തെ ഭയമില്ല. മുഹമ്മദ് എത്രയാണ് എനിക്ക് സൗജന്യമായി തന്നത്? അയാൾ ഇങ്ങനെ പറയുകയാണ്, അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് പറയുകയാണ്. ഹബീബായ തങ്ങള് നൽകിയതിനെ പറ്റി തന്റെ ഗോത്രത്തോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഹബീബായ മുത്തുനബിക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, നാമും അങ്ങനെയാകണം. അള്ളാന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല ഔഫഉഹും ലിന്നാസ്. നാമൊക്കെ ഈ പ്രയത്നിക്കുന്നത്, വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നത്, പള്ളിയുടെ വരിസംഖ്യ കൊടുക്കുന്നത്, പള്ളിക്ക് സദഖ കൊടുക്കുന്നത്, പലതും ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഹജ്ജിന് പോകുന്നത് ലക്ഷങ്ങൾ മുടക്കി പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തേക്ക് പോയി ആത്മസമർപ്പണം നടത്തുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അള്ളാഹിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അള്ളാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം വെക്കുന്ന വിഭാഗം, ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന് ഔഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. വിശ്വാസികൾക്കെന്നല്ല പറഞ്ഞത്, മുസ്ലിമിനെന്നല്ല പറഞ്ഞത്. അതിൽ ഹിന്ദുവും പെട്ടു, ക്രിസ്ത്യാനിയും പെട്ടു, മറ്റെല്ലാ മതസ്ഥരും പെട്ടു. ഏത് മതസ്ഥനാവട്ടെ, അവർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമല് ഏതാണ്? ഹജ്ജുണ്ടായിട്ടും ഉംറയുണ്ടായിട്ടും മറ്റ് പല ഇബാദത്തുകൾ ഉണ്ടായിട്ടും അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് സുറൂറുൻ. അല്ലാഹു തആല പറയും, അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, സുറൂറുൻ സന്തോഷമാണ്. തുദ്ഖിലുഹു ഫീ ഖൽബി മുസ്ലിമിൻ, മുസ്ലിമിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു വിശ്വാസിക്ക് സന്തോഷമുണ്ടാക്കുക, നമ്മൾ മുഖേന നമ്മുടെ അയൽവാസിക്ക് സന്തോഷം ഉണ്ടാവുക, നമ്മൾ മുഖേന നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് സന്തോഷമുണ്ടാവുക. ശരിക്കൊന്ന് ചിന്തിക്കണം, നമ്മൾ മുഖേന നമ്മുടെ സഹോദരങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക? നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് മറ്റൊരാൾക്ക് സങ്കടമാണോ സന്തോഷമാണോ ഉണ്ടായിട്ടുണ്ടാവുക? നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മളെ സങ്കടമാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുമല്ലോ, ഇതിന്റെ നെക്കയില ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് വരിക. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പവനോടായിരിക്കും. ഒരാളുടെയും മനസ്സിൽ സങ്കടമുണ്ടാക്കരുത്, സന്തോഷമുണ്ടാക്കണം. നമ്മൾ മുഖേന മറ്റൊരാൾക്ക് സന്തോഷമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണെന്ന് ഇത് പഠിപ്പിച്ചത് നാവുകൊണ്ട് കളവ് പറയാത്ത ആരംഭത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിലോ ഔ തക്ശിഫ അൻഹു കുർബതൻ, അയാളിൽ നിന്നും ഒരു പ്രയാസത്തെ നീക്കലാണ്. ഒന്നിരിക്കൽ സന്തോഷം കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വന്നിരിക്കുന്ന ഒരു പ്രയാസത്തെ മാറ്റിക്കൊടുക്കുക. വിശ്വാസിക്ക് വന്ന ഒരു പ്രയാസത്തെ മാറ്റിക്കൊടുക്കൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. ഔ തഖ്ദിയ അൻഹു ദൈനഹു, അല്ലെങ്കിൽ അവന്റെ കടം വീട്ടിക്കൊടുക്കുക. കടമുള്ളവരുണ്ടാകും, പ്രയാസമുള്ളവരുണ്ടാകും, നമുക്കിടയിൽ കടം മൂലം കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാകും.
കടം മൂലം കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാകും. പ്രതിസന്ധി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ, മക്കളുടെ കാര്യത്തിന് ഓടുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി പൊട്ടിപ്പാളീസായി പോയി. അവനോടാരാ അത് പോയി തുടങ്ങാൻ പറഞ്ഞത്? അവൻ ആവശ്യമില്ലാത്ത പണിക്ക് പോണാലും നമ്മളൊക്കെ വിലയിരുത്താൻ അങ്ങനെയല്ല. അവൻ വിശ്വാസിയാണോ, അവൻ മുഅ്മിനാണോ, അവന്റെ മക്കളെ പോറ്റാൻ, ആ മക്കളിലൂടെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രയത്നിച്ചതാണ്. അവന്റെ കടമറിഞ്ഞുകൊണ്ട് തന്നെ അതിലിടപെടുക എന്നത് വിശ്വാസിയുടെ അള്ളാന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിന്റെ ഭാഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അവന്റെ കടം വീട്ടിക്കൊടുക്കുക, അവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കുക. വിശക്കുന്നവരുണ്ടോ, പട്ടിണി കിടക്കുന്നവരുണ്ടോ, അവന്റെ വിശപ്പ് മാറ്റലാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ റസൂലുള്ള പഠിപ്പിക്കും, നമ്മളൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. വെള്ളിയാഴ്ച ഇങ്ങനെ വന്ന് കേട്ടു, നിസ്കരിച്ചു, തിരിച്ചുപോയി, അതിനല്ല. അതിനപ്പുറം ഒരു നിസ്കാരം എന്നുള്ളത് മറ്റെല്ലാ അമലുകളുടേക്കുമുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് ഓർക്കണേ. നിസ്കാരത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഒരു വിശ്വാസി. അവൻ സക്കാത്തിന്റെ വിഷയത്തിൽ ജാഗരൂകനായിരിക്കണം. അവൻ ഹജ്ജിന്റെ വിഷയത്തിലും ശ്രദ്ധാലുവായിരിക്കണം. അവൻ മറ്റുള്ളവരോട് പെരുമാറുന്ന വിഷയത്തിലും നല്ല രൂപത്തിലായിരിക്കണം. അവൻ എല്ലാ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നവനായിരിക്കണം. അതിനെല്ലാം വേണ്ടിയാണ്, അതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായി അള്ളാഹു വച്ചിരിക്കുന്നതാണ് നിസ്കാരം. ആ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ മറ്റെല്ലാം നഷ്ടത്തിലാണ്. നിസ്കാരം കേന്ദ്ര ബിന്ദുവാണ്. അതുകൊണ്ടാണ് അവനെ നിസ്കാരത്തിന്റെ ടൈം വിട്ട്, അവന്റെ ടൈമും കഴിഞ്ഞിട്ട് അവൻ അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ജംആക്കുന്നതിന്റെ സമയവും വിട്ടവൻ നിസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവന്റെ പിരടി വെട്ടി കൊന്നുകളയണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൽപ്പന. നിസ്കാരം ഒഴിവാക്കുന്നവന്റെ പിരടി വെട്ടിയിട്ട് അവനെ കൊന്നുകളയണം. അതാണ് നമ്മൾ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ കേന്ദ്രമാണ്. ദീനിന്റെ തൂണാണ് നിസ്കാരം. ആ തൂൺ പോയാൽ പോയി, ഈ പള്ളിയുടെ ഇപ്പോൾ ഈ കാണുന്ന ഭീമുകളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഈ തൂണൊക്കെ കട്ട് ചെയ്താൽ ഈ പള്ളിയുടെ ബലത്തിന് ക്ഷയം സംഭവിച്ചിട്ടുണ്ട്. നിസ്കാരം പോയാൽ അതാണ് അവന്റെ കഴുത്ത് വെട്ടിക്കൊണ്ടവനെ കൊന്നുകളയണം. കാരണം അള്ളാന്റെ ഭക്ഷണം കഴിച്ച് അള്ളാഹുവിന്റെ ദുനിയാവില് കഴിഞ്ഞിട്ട് അവന് നന്ദി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ അശ്രദ്ധ കാണിച്ചവനായി മാറി. പിന്നെ അവൻ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യനല്ലാതായി മാറിയിരിക്കും. വിശ്വാസികളെ, ഏതുമാവട്ടെ, നാം ചെയ്യേണ്ട കാര്യം വിശ്വാസിയുടെ വിശപ്പിനെ അടക്കിക്കളയണം. ആ വിശപ്പ് മാറ്റാൻ വേണ്ടി അവൻ പ്രയത്നിച്ചിരിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി, തീർച്ചയായും സദഖ ചെയ്യുന്ന പുരുഷന്മാർ, വൽ മുസ്സദ്ദിഖാതി, സദഖ ചെയ്യുന്ന സ്ത്രീകൾ, വഖറദുല്ലാഹ ഖർദൻ ഹസന, അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ല രൂപത്തിൽ കടം കൊടുക്കുന്നവർ, അല്ലാഹുവിന് കടം കൊടുക്കുന്ന, അത് അല്ലാഹുവിനുള്ള കടമാക്കിയേക്കാണ്. നമ്മളൊന്ന് ആലോചിക്കണം, ഒരു വ്യക്തി അവൻ പ്രയാസത്തിൽപ്പെടുമ്പോൾ അവന് കടം കൊടുക്കൽ അള്ളാഹുവിനുള്ള കടമാക്കിയേക്കാണ്. കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് വരും വെള്ളിയാഴ്ചയിൽ പറയാം. നല്ല കടം അള്ളാഹുവിന് കൊടുത്ത്, പലിശയുമായി ബന്ധപ്പെട്ട കടമല്ല, അല്ലെങ്കിൽ അന്യന്റെ മുതൽ അപഹരിച്ചുണ്ടാക്കിയിട്ട് അതിലൂടെ ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ പഴയ കാലങ്ങളിലൊക്കെ പള്ളിയുടെ സ്ഥലങ്ങളൊക്കെ കയ്യേറിയിട്ട് ആ കയ്യേറിയ സ്ഥലത്തിലൂടെ വളർന്നു വന്ന സമ്പത്തിൽ നിന്ന് കടം കൊടുത്തതല്ല. പ്യുവർ ഹലാൽ, സ്വന്തം അധ്വാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ കാരണവന്മാരായി ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് അനന്തരം കിട്ടിയിരിക്കുന്ന വസ്തുവിൽ നിന്നും ഒരാൾ കടം ചോദിച്ചപ്പോൾ ആ കടം നല്ല ഹലാലായ നല്ല ഈ സമ്പത്തെടുത്ത് ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായിച്ചത് അള്ളാഹുവിന് നല്ല കടം നൽകിയവർ, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുത്തവർ, അല്ലാഹു തആല യുദാഫു ലഹും, അവർക്ക് ഇരട്ടിപ്പിക്കപ്പെടും. യുദാഫു ലഹും, അവർക്ക് ഇരട്ടിപ്പിക്കപ്പെടും.
വലഹും അജ്റുൻ കരീം. മാത്രമല്ല അവർക്ക് മാന്യമായ പ്രതിഫലവുമുണ്ട്. മാന്യമായ പ്രതിഫലവും അവർക്ക് ലഭിക്കും. അവർക്ക് ഇരട്ടിയായി കിട്ടുകയും ചെയ്യും, മാന്യമായ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ലക്ഷ്യം പരലോകമായിരിക്കണം. ലക്ഷ്യം പരലോകമായിരിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന ഉറച്ച നീയത്തോടുകൂടി, മറ്റൊരാളും കാണാൻ വേണ്ടിയല്ല, സമൂഹത്തിൽ അറിയപ്പെടാൻ വേണ്ടിയല്ല, അയാൾ ഭയങ്കര സമ്പന്നനാണ് അതിനനുസരിച്ച് കൊടുക്കുന്നവനുമാണെന്ന് നാലാള് പറയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. എന്നെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ഈ കാണുന്ന സമ്പത്തൊക്കെ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് ഞാനത് കൊടുക്കുന്നതെന്ന ഉറച്ച നീയത്തോട് കൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിനുള്ള പ്രതിഫലം ഉണ്ടാകും. എന്നാൽ അത് മുഖേന നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവന്റെ സമ്പത്തിന് നാശനഷ്ടം വരുമോ? ഒരാൾക്ക് കൊടുത്താൽ ഒരിക്കലുമില്ല. ഇത് പറഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാ നഖസത്തു മാലുൻ മിൻ മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ. ഒരു സദഖയും ഒരു സമ്പത്തിനെയും ചുരുക്കിയിട്ടില്ല. ഒരു സദഖയും ഒരു സമ്പത്തിനെയും ചുരുക്കിയിട്ടില്ല. കാരണം കൊടുക്കുന്നവന് വേണ്ടി 24 മണിക്കൂറും 2 മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കൊടുക്കുന്നവന് വേണ്ടി അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, റബ്ബേ ചിലവഴിക്കുന്നവന് നീ ധാരാളം കൊടുക്കണം, ചിലവഴിക്കുന്നവന് നീ കൊടുക്കണം. വഅതി മുംസികം പരിഫ, ചിലവഴിക്കാത്തവന് നീ നാശം കൊടുക്കണം. ചിലവഴിക്കുന്നവന് കൊടുക്കണം, ചിലവഴിക്കാത്തവന് നാശം കൊടുക്കണം. പലപ്പോഴും പലയിടങ്ങളിലും ചിലവഴിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നാം അതിൽ കണ്ണടച്ചറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല എന്ന ഭാവത്തോടെ മാറി നിൽക്കാറുണ്ട്. അത് വലിയ പരാജയം, അവസാനം പരാജയമായിരിക്കും. ഒന്നും അല്ലെങ്കിൽ മക്കൾ ഇതിനു വേണ്ടി തമ്മിലടിച്ച് ആകെ നാട്ടില്ല, അവരുടെ നമ്മൾ വഷളായി തന്നെ പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ, സഹായിക്കേണ്ടവരെ സഹായിച്ചില്ലെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് പരാജയം പറ്റും. പരാജയം പറ്റൂല, സംശയമില്ല. കാരണം ഇത് മലക്കാണ് ദ്വാരക്കുന്നത്, മലക്കാണ് ദ്വാരക്കുന്നത്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ആടിനറുപ്പാണ്. ആടിനറുത്തു ദാനം ചെയ്യാൻ ഹബീബായ തങ്ങൾ പറഞ്ഞു. എല്ലാം ദാനം ചെയ്തു. ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ഇനി വല്ലതും ബാക്കിയിരിക്കുന്നുണ്ടോ? നബിയെ, ഒരു കുറവ് ബാക്കിയുണ്ട് നബിയെ. ഹബീബായ തങ്ങൾ ആ സമയത്ത് മറുപടി പറയുവാണ്, ആയിഷ കൊടുത്തതെല്ലാം കിട്ടി, ഇരുന്നത് മാത്രം ബാക്കിയായി. ഇരുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, കൊടുത്തതെല്ലാം നമുക്ക് കിട്ടിപ്പോയി എന്ന് ഹബീബായ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ധനം ചുരുക്കുകയില്ലെന്ന ഏറ്റവും വലിയ അടയാളമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എത്രയാ കൊടുത്തത്? തബൂക്ക് യുദ്ധം നടക്കുകയാണ്, സമ്പത്ത് കുറവാണ്. അള്ളാന്റെ ഹബീബ് വലിയ പ്രയാസത്തിലാണ്. ഹബീബായ തങ്ങൾ മിമ്പറിന്റെ മേലെ കയറി. എന്നിട്ട് ചോദിച്ചു, ആരാണ് തബൂക്ക് യുദ്ധത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സദഖ കൊടുക്കാനുള്ളത്? ഉസ്മാൻ തങ്ങൾ സദസ്സിലിരിക്കുന്നുണ്ട്. ഉസ്മാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, നബിയെ, എന്റെ വക 100 ഒട്ടകവും ആ 100 ഒട്ടകം വഹിക്കുന്ന അത്രയും ആയുധങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തരും നബിയെ. ഹബീബായ തങ്ങൾക്ക് സന്തോഷമായി. അവിടുന്ന് മിമ്പറിന്റെ ആ താഴെ പടിയിലേക്ക് ഇറങ്ങി. ഇനി ആരാണ് കൊടുക്കുന്നത്? ഉസ്മാൻ തങ്ങൾ തന്നെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നബിയെ, എന്റെ വക 100 ഒട്ടകവും ആ 100 ഒട്ടകത്തിന് വഹിക്കാൻ കഴിയുന്ന സാമഗ്രികളും ഞാൻ കൊടുക്കും നബിയെ. ഹബീബായ തങ്ങൾ വല്ലാത്ത സന്തോഷത്തിലായി. 3ാമത്തെ പടിയിലേക്കും ഹബീബായ തങ്ങൾ ഇറങ്ങിയിട്ട് ചോദിച്ചു, ഇനി ആരാണ് തബൂക്ക് യുദ്ധത്തിന് കൊടുക്കുന്നത്? മഹാനായ ദുന്നൂറൈനി ഹബീബായ മുത്തുനബിയുടെ 2 മക്കളെ വിവാഹം കഴിച്ചുകൊണ്ട് 2 പ്രകാശത്തിന്റെ ഉടമയെന്ന് പേര് സ്വീകരിച്ച അങ്ങനെ ഒരു പേരിനർഹനായ ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എന്റെ വക 100 ഒട്ടകവും അതിന് ചുമക്കാനുള്ള സർവ്വ സാമഗ്രികളും. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. ഹബീബായ തങ്ങൾ അവിടുന്ന് അവിടുന്ന് പറയുകയാണ്, ഉസ്മാനെ, എവിടെ പോയാലും നീ രക്ഷപ്പെടും ഉസ്മാനെ. എന്നിട്ടൊരു ഒറ്റ ഓട്ടമാണ് ഉസ്മാൻ വീട്ടിലേക്ക് റളിയല്ലാഹു അൻഹു.
വീട്ടിലേക്ക് ഓടിയിട്ട് മഹാനവറുകൾ 300 ഒട്ടകവും അതിനുള്ള സാമഗ്രികളും ഒരു പാത്രം നിറയെ 1000 സ്വർണ്ണ നാണയവുമായിട്ട് ഹബീബായ തങ്ങളുടെ അടുക്കിലേക്ക് ഇങ്ങനെ പോരുവാണ്. ഹബീബായ തങ്ങളുടെ മുന്നിലും കൊണ്ടുവച്ച് സ്വർണ്ണനാണയം ഇങ്ങനെ കൊണ്ടുവച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വർണ്ണനാണയത്തിലെ കൈ ഇങ്ങനെ ഇടുകയാണ്. ഇട്ടിട്ട് കൈ ഇങ്ങനെ ഉയർത്തും, ഇട്ടിട്ട് കൈ വീണ്ടും താഴ്ത്തും. ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു, ഉസ്മാന് ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള സർവ്വ തെറ്റും അല്ലാഹു മാപ്പ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളെ വീട്ടുതടങ്കലിലാക്കിയ ദിവസം വല്ലാതെ പ്രയാസത്തിലായിരുന്നു ഉസ്മാൻ തങ്ങൾ. പട്ടിണിയാണ്. കാരണം വീട്ടുതടങ്കലിലാണ്, ഒന്നും കഴിക്കാൻ പോലും സംവിധാനമില്ല. പിറ്റേന്ന് സുന്നത്തും പൊടിക്കണം. രാത്രി അടയക്കാലത്തിന് എഴുന്നേറ്റ സമയത്ത് ഭാര്യ നായില ബീവിയോട് പറഞ്ഞു, നായില എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ, വെള്ളം എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കാൻ പറഞ്ഞു. നായില ബീവി അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആ സമയത്താണ് മഹാനായ സാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ നിന്ന് വന്ന് ഉസ്മാന്റെ മുന്നിൽ അങ്ങ് നിൽക്കുകയാണ്. ഉസ്മാനെ, ഒരൊറ്റ ചോദ്യമാണ് ഉസ്മാനെ, നാളെ നോമ്പ് തുറ എന്നോടൊപ്പമാണോ അതോ ഇവിടെ കഴിയുവാണോ? ഹബീബായ തങ്ങളുടെ ചോദ്യത്തിന് ഒറ്റ മറുപടി, നബിയെ അങ്ങയോടൊപ്പം നോമ്പ് തുറ. സ്വർഗത്തിലെ മുന്തിരി കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കഴിക്കാൻ വേണ്ടി. ഉസ്മാൻ അത് കഴിച്ചു. അവിടുന്ന് നോമ്പ് പിടിച്ചു. പിറ്റേ ദിവസം റസൂലുള്ളാഹിയുടെ കൂടെയല്ലേ നോമ്പ് തുറക്കേണ്ടത്. പിറ്റേ ദിവസം ശത്രുക്കൾ കടന്നു വന്നു. കൂട്ടത്തിൽ ആരുണ്ട്? തെറ്റിദ്ധരിച്ചു പോയ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പൊന്നുമോൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവുമുണ്ട്. ഉസ്മാൻ തങ്ങളുടെ മുന്നിലേക്ക് എന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചൊരൊറ്റ വലിയാണ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ ബാപ്പിച്ച് ബഹുമാനിച്ച താടിയാട്ടത്. അങ്ങ് വിറച്ച് മറ്റുള്ളവരൊക്കെ തടഞ്ഞു. സമയം അങ്ങ് അധികരിച്ചു പോയി. നായില ബീവി അവിടെ നച്ച കരച്ചില. എന്തിനാണ് നായില കരയുന്നേ? റസൂലുള്ളാഹിയുടെ കൂടെ നോമ്പ് കൊടുക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ കരയുന്നേ? ചോദ്യമാണ്. ഉസ്മാൻ തങ്ങളുടെ ഒറ്റ വെട്ടങ്ങ് വെട്ടിയ തലങ്ങ് തെറിച്ചു വീണു. അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യ തുള്ളി രക്തം പോയി. സൂറത്തുൽ ബഖറയിലെ അല്ലാഹു കൊടുക്കേണ്ടതൊക്കെ കൊടുത്തുകൊള്ളും എന്നർത്ഥം വരുന്ന ആയത്തിലാണ് ആദ്യത്തെ തുള്ളി രക്തം പോയി വീണ്ടതെന്ന് ചരിത്രകാരന്മാർ തൊഴിച്ചുകൊണ്ട് നടന്നു. അതിലെ ഇത്രയും മോശപ്പെട്ടവന്റെ തല ഞങ്ങൾ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഉസ്മാൻ തങ്ങളുടെ തല തൊഴിച്ചുകൊണ്ടേ നടന്നു. ആ റസൂലുള്ളാഹി തങ്ങൾ ഖിയാമത്ത് നാൾ വരെ ചെയ്യുന്ന തെറ്റ് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നേതാവ്, മഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാമത്തെ അനുശേദ്യനായ നേതാവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഓരോ വെള്ളിയാഴ്ചയും ഖുത്ബയിൽ അവിടുത്തെ പേര് പറഞ്ഞിരിക്കണം. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ കയ്യിൽ ധാരാളം സമ്പത്ത് അവിടുത്തെ കയ്യിൽ ഉണ്ടായിരുന്നു. 1,50,000 ദീനാർ സ്വർണം, 1,50,000 ദീനാർ സ്വർണം വഫാത്താവുന്ന സമയത്ത് ഒരു കുറവും പറ്റിയിട്ടില്ല. സദഖ കൊടുത്തിട്ട് 50,000 ദീനാറിന്റെ വിശാലമായ പറമ്പുകൾ, 1000 കുതിര, അതുപോലെ 1000 അടിമകൾ, ജന്നത്തുൽ ബഖീല് സ്വന്തമായി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലം അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് ജന്നത്തുൽ ബഖീലെ സ്ഥലം വിട്ടുകൊടുത്തു, മദീനത്ത് പള്ളിയിലേക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ജീവിച്ചവരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം. സ്വതക്ക കൊടുക്കേണ്ടവർക്ക് കൊടുത്തവരെ സഹായിക്കണം. കടമുള്ളവരെ നാം സഹായിക്കണം. പാവങ്ങളുടെ കണ്ണുനീരൊപ്പണം. പരലോകത്ത് പടച്ചവന്റെ ദർബാറിൽ പടച്ചവനെ ഞാൻ കച്ചവടത്തിന് വേണ്ടി വച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാകാൻ പറ്റൂല. അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഒരു സംസ്കൃത ശ്ലോകം കാണാൻ സാധിക്കും. ആദാദ പുരുഷത്യാഗി ധനം സഞ്ചിത്യ. ചില മനുഷ്യന്മാർ അവർ മരിക്കുന്ന സമയത്ത് വല്ലാത്ത ദുഃഖത്തോടെ മരിക്കുക. കാരണം അവരുടെ സമ്പത്ത് ഇവിടെ ബാക്കിയായി, ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ദുഃഖത്തോടെ മരിക്കുന്നവരുണ്ടാകും. എല്ലാ വെള്ളിയാഴ്ചയും ജുമായുടെ ഒപ്പം ഓതാൻ വേണ്ടി പ്രത്യേകം പഠിപ്പിച്ചിരിക്കുന്ന സൂറത്തിൽ മുനാഫിഖൂനയിൽ വഅംഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പ് കൊടുക്കണം. മരണസമയത്ത് ഒരു ദുഃഖം ഉണ്ടാവും. പഠിച്ചവനെ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹ്. നമ്മളൊക്കെ ദുഃഖിക്കും, കൊടുത്തവരും ദുഃഖിക്കും. പഠിച്ചവനെ എന്നെ കൊണ്ട് കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹ്. അങ്ങനെ ഒരു ദുഃഖം വരുന്ന സാഹചര്യം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത്. അങ്ങനെ വരരുത്. ആ സമയത്ത് ഈമാനോടെ നമ്മൾ സന്തോഷത്തോടെ മരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ അർഹതപ്പെട്ടവരെ സഹായിക്കണം. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. അർഹതമായ
പ്രതിഫലം ദുനിയാവിലും നാളെ പരലോകത്ത് ഒരു ചാൻ മേലെ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയത്തും എല്ലാം അല്ലാഹുവിൽ രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ധാരാളം സദഖകളൊക്കെ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.